ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാഷല്ല സീസൺ 2 എപ്പിസോഡ് 1 ആണ്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ സീസൺ 1 കാണുന്ന ഈ ഡിസ്ക്രിപ്ഷനിൽ സീസൺ 1 പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അതുവഴി തൊട്ടിട്ട് കാണുന്നതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സീസൺ 2 സീസൺ 1 കാട്ടി ഫാർ ബെറ്റർ എന്നാണ് കണ്ടവരൊക്കെ പറയുന്നത്. നമുക്ക് എന്തായാലും കണ്ടു തന്നെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ആയിട്ട് കാണാൻ ശ്രമിക്കുക. കാര്യം മിക്കവരും ലൈക്ക് ഇടാതെയാണ് കണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. 64% ഓഫ് ആൾക്കാരാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ രണ്ട് കാര്യം ഒന്ന് പരിഗണിക്കുക. സോ ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സീസൺ 2 എപ്പിസോഡ് 1. ഡിവൈൻ മിഷണറീസ് അവരെപ്പോഴും ഭയങ്കര സ്ട്രോങ്ങറും എലഗൻസും ആയിരിക്കും. ഏതെങ്കിലും ക്രിമിനൽ ബ്യൂറോ ഓഫ് മാജിക്കിൽ കയറി കഴിഞ്ഞാൽ അവരാണ് ആദ്യം നേരിടുന്നത്. നോർമൽ സ്റ്റുഡൻസിനെ കാട്ടി ഭയങ്കര പവർഫുൾ ആണ് ഡിവൈൻ മിഷണറീസ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ സീസൺ 1 എവിടെ എൻഡ് ചെയ്തോ അവിടെ തന്നെയാണ് സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ മാഷിലിനെയും ഫിന്നിനെയും കാണിക്കുന്നത്. അപ്പോൾ മാഷിൽ പറയാണ് നമ്മൾ ഒരു വഴിയിലാണ് അതിനെ സോൾവ് ചെയ്തത്. അതുപോലെ ഇന്നസെന്റ് സീറോ ആയിട്ട് മാഷിൽ ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു അവന് മാജിക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സ്കൂൾ മൊത്തത്തിൽ അത് പരന്നിരിക്കുകയാണ് ആ കാര്യം. എവിളിനെ തോപ്പിച്ചുകൊണ്ട് തന്നെ കയ്യിൽ അത്യാവശ്യത്തിനധികം ഗോൾഡ് കോയിൻസ് ഉണ്ട്. അപ്പൊ ഫിന്ന് പറയും നിനക്കത് പറയാൻ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമ്മൾ മൂന്നുപേരും എങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞാണ് അവനെ വിശ്വസിപ്പിച്ചത്. അപ്പോഴാണ് ആ സ്റ്റുഡന്റ് വരുന്നത്. എന്നിട്ട് അവൻ പറയാണ് ഹേയ് മാഷല്ലേ ഒരു കാര്യം ഞാൻ കേട്ടല്ലോ, നിനക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് സത്യമാണോടാ എന്നവൻ ചോദിക്കുകയാണ്. എന്നെ കൊണ്ട് മാജിക് യൂസ് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് മാഷിൽ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ പറയാണ് നീ പറഞ്ഞ് റൂമറൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഫിന്ന് പെട്ടെന്ന് മാഷിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കിയാണ്. പെട്ടെന്ന് അവൻ വിളിക്കുകയാണ് പറയുന്നത് ഹേയ് ഫിൻ, ഒരു മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ കൂടെ നടത്തുന്നത് അത് വലിയ കുറ്റമല്ലേടാ. ബ്യൂറോ ഓഫ് മാജിക് നിന്നെയും പുറത്താക്കും കൂടെ അവനെയും പുറത്താക്കും. അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കിയും കണ്ടൊക്കെ നടാ. ചിലപ്പോൾ അതിന്റെ TC ഹെഡ് മാസ്റ്റർ അച്ചടിച്ച് കാണും. ഞാൻ ആരുടെ കൂടെ നടക്കണമെന്ന് അത് എന്റെ ഇഷ്ടമാണ്. അത് ചോദിക്കാൻ നീ ആടാ പറഞ്ഞ ഫിൻ അലറയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അവന്റെ തല താഴോട്ട് അടിക്കുകയാണ് ഒരു ഗ്രാവിറ്റി മാജിക്. അയ്യോ എനിക്ക് വിൽ പവർ മാജിക് ഉണ്ടോ, അപ്പൊ അതുവഴി എനിക്ക് ഗ്രാവിറ്റി മാജിക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഫിൻ ആലോചിക്കുകയാണ്. അവിടെ ഒരു ഗ്രാവിറ്റി മാജിക് യൂസ് ചെയ്ത വേറെ ആരുമില്ല നമ്മുടെ ലാൻസ് തന്നെയാണ്. നീ ഭയങ്കര വലിച്ചു സംസാരിച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ലാൻസ് പറയാണ് അവന്റെ അടുത്ത്. അപ്പോഴാണ് അവിടെ ലെമൺ പാരന്റെയും കൊണ്ട് വരുന്നത്. പാരന്റെ ദേഹത്ത് ഒരുപാട് സ്റ്റിച്ച് ഉണ്ട്. കാരണം ലാസ്റ്റ് ഏബിളായിട്ട് ഫൈറ്റ് ചെയ്തപ്പം അവൻ ഒരുപാട് ബോൺസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ മാഷിലെ റൂം കാണിക്കണം. മാഷിലെ ടീമുള്ള എല്ലാവരും ഒരു പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ പാർട്ടി വേണോ ഈ രാത്രി, അതും പോരാഞ്ഞ് ഇവർ രണ്ടുപേരും എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ആലോചിക്കുകയാണ്. അവിടെയുള്ള രണ്ടുപേര് വേറെ ആരുമല്ല ഏബിളും ഡിയോയും ആണ്. പെട്ടെന്ന് ഏബിൾ ഒരു സാധനം അവന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. അത് കണ്ട് ഫിന്ന് പേടിക്കുകയാണ്. വേറെ ഒന്നുമല്ല ഏബിൾ എടുത്ത ഒരു കാർഡ് കളക്ഷൻ ആണ്. അല്ല ഏബിൾ എന്താ ഒരു ഡോളിനെ കൂടെ കൊണ്ടുവത്താം, ഇനി ആ ഡോൾ വെച്ച് ഇവിടെ വല്ല മാജിക് യൂസ് ചെയ്തിട്ട് ഈ ഒരു റൂം മൊത്തം പൊളിച്ചിടോ എന്ന് ഫിൻ ആലോചിക്കുകയാണ്. നമുക്ക് കാർഡ്സ് കളിച്ചാലോ എന്ന് ഫിന്നിനോട് ഏബിൾ ചോദിക്കുകയാണ്. അതിന്റെ അടുത്തുണ്ടായിരുന്ന ഡിയോ പറയാണ് ആര് വേണമെങ്കിലും കളിച്ചോ, പക്ഷെ ചീട്ട് ജയിക്കുകയാണെങ്കിൽ അത് ലോ ടേബിൾ എടുത്ത് ചീട്ട് ജയിക്കുകയാണെങ്കിൽ ഞാൻ ചുമ്മാ ഇരിക്കില്ലെന്ന് പറയാണ്. കുറച്ച് ടീ ഒഴിച്ചോട്ടെ എന്ന് ലെമൺ ഡിയോനോട് ചോദിക്കുകയാണ്. അപ്പൊ ഡിയോ അത് കണ്ട് പേടിക്കുകയാണ്. ഡിയോ വൈബ്രേഷനിലോട്ട് പോവുകയാണ്. അപ്പൊ ഏബിള് ലെമണിന്റെ അടുത്ത് വന്നിട്ട് പറയാണ് അവന് പെണ്ണുങ്ങൾ സംസാരിച്ച് അത്ര പരിചയമില്ല, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യണമെന്ന് പറയാം. ബാരറ്റിനൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ബാരറ്റിന്റെ ഫുഡൊക്കെ ആ ലവ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ മാഷിൽ നിനക്ക് ക്രീം പഫ് വാരിത്തരാൻ പറഞ്ഞിട്ട് ലെമൺ ഒരു ക്രീം പഫ് എടുത്തിട്ട് മാഷിൽ കൊടുക്കുക. വേണ്ട എനിക്ക് രണ്ട് കൈ ഉണ്ടല്ലോ, ഞാൻ കൈ കൊണ്ട് എടുത്ത് കഴിച്ചോളാം മാഷിൽ പറയാണ്. പെട്ടെന്ന് ലെമണിന്റെ കൈ നിന്നും ആ ഒരു ക്രീം പഫ് താഴെ വീഴുകയാണ്. അപ്പൊ പെട്ടെന്ന് മാഷിൽ ഒരു വാക്യൂം ക്ലീനർ പോലെ അത് വലിച്ചെടുത്ത് അവർ വാക്യത്ത് ഇടുകയാണ്. അപ്പൊ ഫിന്ന് ലാൻസിനോട് ചോദിക്കും എടാ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടയ്ക്ക് വെച്ച് നിന്നെ കാണാതെ പോയിരുന്നു, നീ എവിടെ പോയെന്ന് ചോദിക്കുകയാണ് ഫിന്ന്. അന്ന് ഞാൻ ആദ്യം മാക്സിലെ കുറച്ച് മെമ്പേഴ്സായിട്ട് ഫൈറ്റ് ചെയ്തു, അതിനുശേഷം കുറച്ച് അൺവേണ്ടഡ് ആയിട്ടുള്ള ക്രിമിനൽസുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തു പറയാണ് ലാൻസ്. അതുകൊണ്ടാണ് അന്ന് ആ ദിവസം ഞാൻ വരാത്തെന്ന് പറയാണ് ലാൻസ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന ഒരു ഔളിനെയാണ്. ആ ഒരു ഔള് ഒരു മെസ്സഞ്ചർ ഔളാണ്. ആ ഒരു ഔളിന്റെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട്. അത് മാഷിനുള്ള ലെറ്റർ ആണ്. മാഷ് എന്നെയും ലോ ടേബിളിനെയും ഈ ഒരു പാർട്ടിയിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു. എന്തായാലും ഞാൻ ഇവിടെ വന്നുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, നീ ഇന്നസെന്റ് സീറോ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നസെന്റ് സീറോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ടീമാണ്. അപ്പൊ നീ അവരിലൊരു നോട്ട പിള്ളേര് മാറി, അതുകൊണ്ട് തന്നെ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നിനക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ലോ ടേബിളിലെ തേർഡ് ലൈൻ അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ്. ആ ഒരു തേർഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ലോ ടേബിളിന് ഇന്നസെന്റ് സീറോന് ഹെൽപ്പ് വേണ്ടി വന്നു. ലോ ടേബിളിന്റെ ലക്ഷ്യം തന്നെ ലോ ടേബിളിന്റെ അമ്മേനെ പോലെ എല്ലാവരും കൈൻഡ് ആയിരിക്കണം, അവരൊക്കെ ചേർത്ത് ഒരു ലോകം ഉണ്ടാക്കണം. അതാണ് ലോ ടേബിളിന്റെ ഡ്രീം. അതുകൊണ്ടാണ് ലോ ടേബിൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ് മാഷലിനോട്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ലോ ടേബിളിന്റെ പവർ കൂടി വന്നപ്പോൾ ലോ ടേബിളിന്റെ ലക്ഷ്യം തന്നെ മറന്നിട്ട് മാജിക്കിലോട്ട് പോയി. കറക്റ്റ് ആയിട്ടുള്ള സമയത്തിന് നീ വന്നിട്ട് ലോ ടേബിളിനെ ആ ഒരു ഈവിൽനെസ്സിൽ നിന്ന് മാറ്റി. അതിനെനിക്ക് നിന്നോട് തീർത്താ തരാത്ത കടപ്പാടുണ്ട്. നിന്നെ കൊണ്ട് മാത്രമേ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വേൾഡ് അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് അവൻ പറയാണ്. ഞാനത് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അതിനെന്തെങ്കിലും ചെയ്യുന്നു. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് കാണിച്ച ആ ഒരു സ്റ്റുഡന്റ് മാഷിലെ റൂമിന്റെ ഫ്രണ്ട് വന്നിട്ട് പറയാം രാവിലെ ഞാൻ അവന്റെ അടുത്ത് നിനക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവൻ പേടിച്ചു. അപ്പൊ എന്തായാലും വലിയൊരു കാരണം എന്നും പറഞ്ഞ് ആ സ്റ്റുഡന്റ് അവന്റെ റൂമിൽ നോക്കുമ്പോഴാണ് അവിടെ ഡിയോനെ കാണുന്നത്. ലോങ് ടേമിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റുഡന്റ് ഡിയോ ആയിട്ട് അവൻ സിംപ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും പറഞ്ഞ് ആ സ്റ്റുഡന്റ് നെട്ടുമ്പോഴാണ് അവിടെ ലോ ടേബിളും ഫിന്ന് വരുന്നത്. അതും കൂടെ കണ്ട് അവിടെ നിന്ന് പേടിച്ചോടുകയാണ്. അപ്പോഴാണ് മറ്റേ അവള് അവരുടെ ജനലും പൊളിച്ചുകൊണ്ട് ആ ലെറ്റർ കൊണ്ട് മാഷിൽ കൊടുത്തിട്ട് ആ അവൾ അവിടെ നിന്ന് പോകുന്നത്. ആ അവളുടെ ലെറ്റർ മാഷിൽ തുറന്നു നോക്കുമ്പോഴാണ് അവർ മൂന്നുപേരും ഒരേപോലെ നെട്ടുന്നത്.
പറയുന്നത് ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരുന്നു മാഷിൽ മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യം ആ ഒരു റൂമർ ബ്യൂറോ ഓഫ് മാജിക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാഷിൽ മാജിക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പിറ്റേ ദിവസം രാവിലെ ബ്യൂറോ ഓഫ് മാജിക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ പോലെ തന്നെ മാഷിൽ കൃത്യസമയത്തിൽ ബ്യൂറോ ഓഫ് മാജിക്കിന്റെ മെയിൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ജഡ്ജ് ചോദിക്കും ഈ ലോകം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാഷ് പറയും ഏതോ ഒരാളെന്ന്. അപ്പോൾ അയാൾ പറയും ഏതോ ഒരാളല്ല, ഗോഡ്, ദൈവമാണ് ഇത്രയും നല്ല ഭംഗിയുള്ള ലോകം ഉണ്ടാക്കിയെടുത്തത്. അതും പോലെ ഒരു ബ്യൂട്ടിഫുൾ ടേമായിട്ട് മാജിക് കൂടെ എല്ലാവർക്കും കൊടുത്തു എന്നയാൾ പറയാം. പോലത്തെ മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വന്നിട്ട് ഈ ലോകത്തെ നശിപ്പിക്കാൻ നോക്കും. അതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് അയാൾ പറയുകയാണ്. പക്ഷേ ഈ ലോകത്തുള്ള എല്ലാം അത്ര ബ്യൂട്ടിഫുൾ അല്ലല്ലോ മാഷിൽ പറയുമ്പോൾ അയാൾ ദേഷ്യപ്പെടുകയാണ് മാഷിലിനോട്. നിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അവിടെ നിന്ന് ഒരാൾ പറയുകയാണ്. അയാൾ വേറെ ആരുമില്ല, ഫോർമർ ഡിവൈൻ വിഷണറി ആണ്. അവന്റെ പേരാണ് ഗ്രാൻഡ്. മറ്റുള്ളവർക്ക് കഴിയാത്ത കാര്യം അത് നീ ചെയ്ത് കാണിക്കണം, എന്നാലേ മറ്റുള്ളവർക്ക് നിന്നോടുള്ള സംശയം തീരുള്ളൂ എന്ന് പറഞ്ഞ ഗ്രാൻഡ്സ് സ്പോൺസ് ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് പറയുകയാണ്, മാഷിലിനോട് പറയുകയാണ്, നീ തൊടാതെ അത് നീ കത്തിക്കണം നിന്റെ മാജിക് യൂസ് ചെയ്തിട്ട്. അങ്ങനെ നീ എല്ലാവരുടെ പ്രൂവ് ചെയ്യണം നീ ഒരു വേർത്തിയുള്ള സ്റ്റുഡൻ്റ് ആണ്, നിന്നെ കൊണ്ട് പറ്റുമെന്ന് എന്ന് അവൻ പറയുകയാണ്. ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷിൽ അവന്റെ മാജിക് വാൻഡ് എടുത്തിട്ട് ആ ഒരു ക്യാൻഡിൽ എടുത്ത് പോവുകയാണ്. അപ്പൊ ജഡ്ജ് ആലോചിക്കുകയാണ് മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഇവൻ മാജിക് വാൻഡ് വെച്ച് എന്ത് ചെയ്യാൻ പോണെന്ന് ആ ഒരു ജഡ്ജ് ആലോചിക്കുകയാണ്. അപ്പൊ മാഷിൽ അവന്റെ വാൻഡ് എടുത്തിട്ട് ആ ഒരു ക്യാൻഡിലിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് അവൻ ആ വാൻഡ് താഴെ വെച്ചിട്ട് ഒരച്ചിട്ട് തീ ഉണ്ടാക്കിയാണ്. മാഷിൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ മൊത്തം അവിടെ തീ കൊണ്ട് നിറയുകയാണ്. ആ ഒരു പവറിൽ തന്നെ ആ ഒരു ക്യാൻഡിലും കത്തുകയാണ്. ഇത് കണ്ട ഡിവൈൻ വിഷണറിയും ആ ഒരു ജഡ്ജും ഇംപ്രസ് ആവുകയാണ്. അപ്പൊ ജഡ്ജ് അവനെ ഇംപ്രസ് ആയിട്ട് പറയുകയാണ്, ഹേ മഷ്റൂം ബേർഡ് നീ സൂപ്പർ ആണെന്ന് പറയുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കാണിക്കുകയാണ്. അതിലൊരാൾ പറയുകയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് എല്ലാവർക്കും ബാധകമാണ്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ മാഷിലെ കാണിക്കുകയാണ്. അപ്പൊ മാഷിലെ കാലിൽ പെട്ടെന്ന് ഡെസേർട്ടിലെത്ത് സാൻഡ് കൊണ്ട് നിറയുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെയും വരുന്നത്. അപ്പോഴാണ് അവരെ ആരൊക്കെയാണെന്ന് കാണിക്കുന്നത്. ആ ആൾക്കാരെല്ലാം ഡിവൈൻ വിഷണറീസ് ആണ്. അപ്പം അവരുടെ ക്യാരക്ടറിന്റെ പേരും അവരുടെ പവേഴ്സും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വരുമ്പം ഞാൻ എല്ലാവരുടെ പേരും മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇതിൽ മെയിൻ ആയിട്ട് ഒരു ക്യാരക്ടർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ആ ഡെസേർട്ട് യൂസ് ചെയ്യേണ്ട ആ ഒരു ലീഡ് ക്യാരക്ടർ. മാജിക് യൂസ് ചെയ്യാൻ പറ്റാതെ നീ ഇത്രയും കാലം ബ്യൂറോ ഓഫ് മാജിക് ഈസ്റ്റേൺ അക്കാഡമിയിൽ പഠിച്ചു, അപ്പോൾ അതിനുള്ള ശിക്ഷ എനിക്ക് തന്നേ പറ്റുള്ളൂ എന്നവൻ പറയുക. പെട്ടെന്ന് പറയുന്ന ജഡ്ജ് അവരെ മുമ്പ് വന്നിട്ട് പറയുകയാണ് അവനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ജഡ്ജിനെ നോക്കുമ്പോഴൊരു കാര്യം മനസ്സിലാവുന്നത് ജഡ്ജിന്റെ കണ്ണൊക്കെ മാറിയിട്ട് ഒരു ഇന്നസെന്റ് സീറോത്തിന് മെമ്പറായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നസെന്റ് സീറോന്റെ കൺട്രോളിലായ ഒരു ജഡ്ജ് പറയുകയാണ് നിങ്ങൾ ആ ചെറുക്കനെ ഒന്നും ചെയ്യാൻ പാടില്ല, കാര്യം അവന് ഇന്നസെന്റ് സീറോയിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ ജഡ്ജ് നമ്മൾ ഇന്നസെന്റ് സീറോയുടെ ഒരു പാരസൈറ്റിന്റെ അറ്റാക്കിന്റെ അണ്ടറിലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ജഡ്ജിനെ കൊല്ലും എന്ന ഒരു ഇന്നസെന്റ് സീറോയിലത്തെ ആ ഒരു പാരസൈറ്റ് പറയുകയാണ്. ഈ ഒരു പാരസൈറ്റ് ഒരാൾക്ക് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ ബ്രെയിനിൽ നിന്നുള്ള മാജിക്കും അയാളുടെ ഫുൾ ബോഡിയിലത്തെ മാജിക്കും ഇത് അബ്സോർവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ പാരസൈറ്റിനെ ആ ഒരു ഹോസ്റ്റിന്റെ മാജിക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പാരസൈറ്റിനെ ആ ഒരു ഫുൾ ബോഡിയുടെ കൺട്രോൾ ആ ഒരു പാരസൈറ്റിന്റെ കയ്യിലാണ്. അപ്പോൾ ഗ്രാൻഡ്സ് അവിടെ പറയുകയാണ് ഞാൻ ആ പാരസൈറ്റിന്റെ അടുത്ത് കളയാൻ പോകുകയാണ്, എന്നിട്ട് ആ ജഡ്ജിനെ രക്ഷപ്പെടുത്താൻ പോവുകയാണ്. അപ്പം അവിടുത്തെ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് പറയുകയാണ് സാറ് നല്ല മാജിക് പവേഴ്സ് കൊള്ളയാണ്, ഇപ്പം സാർ ആ ഒരു പാരസൈറ്റിന്റെ കൺട്രോളിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ മൊത്തം സാറിന് പൊളിക്കാൻ പറ്റും, നമുക്ക് ആ ഒരു പാരസൈറ്റിനെ വേറെ ആരെങ്കിലും കൊണ്ടെടുപ്പിക്കാം, അല്ലാതെ സാർ എടുത്താൽ ശരിയാവില്ലെന്ന് ആ ഒരു ജഡ്ജിലെ ആ ഒരു അസിസ്റ്റന്റ് പറയുകയാണ്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാഷിൽ ആ ഒരു ജഡ്ജിന്റെ ആ ഒരു പാറ്റ് എടുക്കുകയാണ്. അപ്പം തന്നെ ആ ഒരു പാരസൈറ്റ് മാഷിന്റെ വായിന്റെ അകത്തൂടെ പോവുകയാണ്. മാഷിൽ ആ ഒരു പാരസൈറ്റിന്റെ കൺട്രോളിൽ പോകുന്നും അവിടെ നിന്ന് എല്ലാവരും ആലോചിക്കുകയാണ്. പക്ഷെ മാഷിൽ അപ്പം തന്നെ ആ ഒരു പാരസൈറ്റിനെ കൊന്നിട്ട് അവൻ തുപ്പുകയാണ്. അപ്പോഴാണ് മാഷിൽ അവിടെ എന്താണ് നടന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. വേറൊന്നുമല്ല, ആ ഒരു പാരസൈറ്റ് അവന്റെ വാക്യത്തൂടെ പോകാൻ സമയത്ത് അവന്റെ നാക്ക് കൊണ്ട് പ്രഷർ കൊടുത്തിട്ട് ആ ഒരു പാരസൈറ്റിനെ കൊല്ലുകയാണ്. മാഷിൽ ആ ജഡ്ജിനെ രക്ഷിച്ചതിന് ശേഷം ഒരിടത്ത് വെച്ചതിന് ശേഷം അവൻ പ്രാർത്ഥിക്കുകയാണ് ആ ഒരു ജഡ്ജി ചത്തെന്ന് പറഞ്ഞിട്ട്. ഇല്ലടാ ഇതുവരെ ആ ജഡ്ജി മരിച്ചില്ലെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറയുകയാണ്. അപ്പോൾ മാഷിലാണെങ്കിൽ ഇന്നസെന്റ് സീറോയിൽ നിന്നും ആ ഒരു ജഡ്ജിനെ രക്ഷപ്പെടുത്തി, അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോഴാണ് നേരത്തെ കണ്ട ഒരു സാൻഡ് യൂസ് ചെയ്യുന്ന ഡിവൈൻ വിഷണറി പറയുകയാണ് നീ അവിടെ പോകുന്നടാ, എന്റെ എൻക്വയറി ഇതുവരെ കഴിഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറയുകയാണ്. റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാണ്, നിനക്കും അത് ബാധകമാണ് എന്നും പറഞ്ഞിട്ട് ആ ഒരു സാൻഡ് യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈൻ വിഷണറി പെട്ടെന്ന് മാഷിന്റെ പിറകെ പോവുകയാണ്. നിനക്ക് ഞാൻ തരാവുന്ന ശിക്ഷ അത് വധശിക്ഷയാണ് എന്ന ഒരു ഡിവൈൻ വിഷണറി പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പിറകിൽ ഗ്രാൻഡ്സ് എന്നിട്ട് പറയാണ് നിന്റെ റൂൾസിൽ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അപ്പോൾ സാൻഡ് ഡിവൈൻ വിഷണറി പറയും അത് നിനക്കെന്ത് പറയാൻ പറ്റും, ഇതാണ് റൂൾസ് എല്ലാവർക്കും ബാധകമാണ്, എനിക്ക് ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടാതിരിക്കോ അതിനിവിടെ ഒട്ടും പ്രസക്തിയില്ല, ഞാൻ റൂൾസിനാണ് ഫോളോ ചെയ്യുന്നത്, അത് നീയും ഫോളോ ചെയ്യണമെന്ന് ആ ഒരു സാൻഡ് ഡിവൈൻ വിഷണറി പറയുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു സോഡ് വരുന്നത്. ആ സോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ വന്നിട്ടുള്ള ഇന്ന സാഡായിട്ടുള്ള റെയിൻ എയിംസ് ആണ്. റെയിൻ എയിംസും പിന്നെ മാജിക് അക്കാഡമിന്റെ ഹെഡ് മാസ്റ്ററും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ബ്യൂറോ ഓഫ് മാജിക്കിലത്തെ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന എല്ലാവരും വന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത്. തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കി കിടക്കാം, എത്ര വലിയ ഇഷ്യൂ ആണ് മാഷിൽ കാരണം ബ്യൂറോ ഓഫ് മാജിക്കിൽ ഉണ്ടായെന്ന്. ഇത്രയും പേര് അവിടെ വന്നുകൊണ്ട് തന്നെ മാഷിലൂടെ ടെൻഷൻ ആവുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 1 തീരുകയാണ്. ഇത് എത്ര വലിയ ഇഷ്യൂ ആണെന്നും ഇത് എങ്ങനെ ഈ ഒരു ബ്യൂറോ ഓഫ് മാജിക്കിൽ ബാധിച്ചു എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് വഴി കാണുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച ഒരു ചെറിയ ബ്രേക്കിലായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല, സീസൺ 1 എൻ്റെ ചെയ്തില്ലേ, അതുകൊണ്ട് ചെറിയ ബ്രേക്ക് എടുത്തതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത എപ്പിസോഡ് കാണുമ്പോൾ തൊട്ട് നിങ്ങളൊന്ന് കമന്റ് ഇട്ട് കാണാൻ ശ്രമിക്കുക, കാരണം ഫസ്റ്റ് കമന്റ് ആരിടുന്നോ ആ ഒരു കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻസ് വരുവുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ. നിങ്ങൾക്ക് ഈ മാഷിൽ മാജിക് ആൻഡ് മസിൽസിന് ശേഷം ഏത് എനിമി എക്സ്പ്ലനേഷൻ കാണുമെന്ന് വെച്ചാൽ അത് താഴ്ന്ന് കമന്റ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടുന്ന കമന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എനിമീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ദിസ് ഈസ് അലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.